അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ സർവേയിങ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. അതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സർവേയിങ് എന്താണെന്നുള്ള കാര്യവും അതേപോലെ അതിൻ്റെ നീഡും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സർവേയിങ് ഇസ് ദ സയൻസ് is the science of determining relative positions on ground along with their elevations. എന്ന് പറഞ്ഞാൽ ഒരു റിലേറ്റീവ് പൊസിഷൻ, നമുക്ക് വേണ്ട റിലേറ്റീവ് ആയിട്ടുള്ള ഒരു സർട്ടൺ പോയിൻറ്റ്സ് ഗ്രൗണ്ടിൽ, ഈ ഒരു സർഫസ്, എർത്തിൻ്റെ സർഫസിൽ നമുക്ക് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ എലിവേഷൻസ് എത്രത്തോളം ആംഗിളിലാണ് അത് എത്രയാണെന്നുള്ളത് തന്നെയാണ് സർവേ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഈ പറയുന്ന റിലേറ്റീവ് പൊസിഷൻസ്, ദീസ് റിലേറ്റീവ് പൊസിഷൻസ് ആർ ഡിറ്റർമിൻഡ് ബൈ മെഷറിംഗ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ്, ഹൊറിസോണ്ടൽ ആംഗിൾസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസും അതേപോലെ തന്നെ ആ ഹൊറിസോണ്ടലിൻ്റെയും വെർട്ടിക്കലിൻ്റെയും ഹൊറിസോണ്ടലായിട്ടുള്ള ആംഗിളും വെർട്ടിക്കലായിട്ടുള്ള ആംഗിളും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് റിലേറ്റീവ് പൊസിഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഫോർ ദിസ് വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ നീഡഡ് ആഫ്റ്റർ ടേക്കിംഗ് ഒബ്സർവേഷൻസ് ഇൻ ദ ഫീൽഡ്. ഇനി ഈ ഒരു ഒബ്സർവേഷൻസ് എടുത്ത ശേഷം കമ്പ്യൂട്ടേഷൻസ് ആർ ഡൺ ഇൻ ഓഫീസ് ടു പ്രിപ്പയർ ടോപ്പോഗ്രാഫിക് മാപ്പ് ഓർ ദ പ്ലാൻ ഓഫ് ദ ഏരിയ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഒബ്സർവേഷൻസ് എല്ലാം പോകും മെഷർ ചെയ്ത ശേഷം അതിനെ നമ്മൾ പ്ലാനിലേക്ക് അല്ലെങ്കിൽ ഒരു സർട്ടൺ ഒരു പേപ്പറിലേക്ക് മാറ്റണമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഒന്നെങ്കിൽ അത് ടോപ്പോഗ്രാഫിക് ആയിട്ടുള്ള ഒരു മാപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ദീസ് പ്ലാൻസ് ഓർ മാപ്സ് ആർ നീഡഡ് ഫോർ വേരിയസ് പർപ്പസസ് ലൈക്ക് കമ്പ്യൂട്ടിംഗ് ദ വോളിയം ഓഫ് എർത്ത് വർക്ക്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു എത്രമാത്രം എർത്ത് വർക്കാണ് വേണ്ടി വരുന്നത്, അതുപോലെ തന്നെ വോളിയം ഓഫ് റിസർവോയർ, ഫൈനലൈസിങ് ദി അലൈൻമെൻറ്റ് ഓഫ് കനാൽ, റെയിൽവേ ലൈൻ ഓർ ഹൈവേ. ഫോർ ദിസ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആൻഡ് ലൈൻസ് ഹാവ് ടു ബി ലൊക്കേറ്റഡ് ഓൺ ദ പ്ലാൻ. നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ മെഷർ ചെയ്തിട്ടുള്ള ആ ഒരു ഓരോ റിലേറ്റീവ് പൊസിഷൻസും അതിൽ നിന്ന് കുറേ പോയിൻറ്റ്സ് കിട്ടും. ആ ഒരു പോയിൻറ്റുകൾ ആക്ച്വലി പ്ലാനിലേക്ക് വരയ്ക്കും. എന്നാലേ നമുക്ക് എത്രമാത്രം വോളിയം ഓഫ് എർത്ത് വർക്ക്, റിസർവോയർ, അതുപോലെ തന്നെ അലൈൻമെൻറ്റ് ഓഫ് കനാൽ, റെയിൽവേ ലൈൻ അല്ലെങ്കിൽ ഹൈവേ, അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഡ്രോയിങ്ങിൽ ഡിസൈൻ ചെയ്ത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. The new developments that could be impossible without accurate surveys include testing equipments like rocket tracks, accelerators for atomic research, as well as control for both position and direction of rockets, intercontinental missiles and spacecraft. ഇതാണ് പുതിയ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. നേരത്തെ പറഞ്ഞത് ജസ്റ്റ് പൊതുവേ വർഷങ്ങളോളം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതും ഇപ്പം പറഞ്ഞ ന്യൂ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവേ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈക്ക് റോക്കറ്റ് ട്രാക്സ്, റോക്കറ്റ് വിക്ഷേപിക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, അത് എങ്ങനെ ഈ പറഞ്ഞ സർവേ ചെയ്തിട്ടാണ് അത് ഈ പറഞ്ഞ പ്ലാനിൽ വരച്ചിട്ടാണ് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയും പിന്നെ ആക്സലറേറ്റേഴ്സ്, ഈ ആറ്റോമിക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ആക്സലറേറ്റേഴ്സ്, ആസ് വെൽ ആസ് കൺട്രോൾ ഫോർ ബോത്ത് പൊസിഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് റോക്കറ്റ്സ്. അത് ഈ ഒരു റോക്കറ്റിൻ്റെ എവിടെയാണ് നിർത്തേണ്ടതെന്നുള്ളതിൻ്റെയും അതിൻ്റെ കൺട്രോൾ ചെയ്യേണ്ടയും കൺട്രോൾ ഫോർ ബോത്ത് പൊസിഷൻ ആൻഡ് ഡയറക്ഷൻ. ഈ റോക്കറ്റിൻ്റെ പൊസിഷനും ഡയറക്ഷനും എത്രമാത്രം കറക്റ്റായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ സർവേ ചെയ്യണം. അതുപോലെ തന്നെ ഇൻ്റർകോണ്ടിനെൻ്റൽ മിസൈൽസ് ആൻഡ് സ്പേസ് ക്രാഫ്റ്റ്, ഇത്തരത്തിലുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ സ്പേസ് ക്രാഫ്റ്റ് ആണെങ്കിലും ഈ മിസൈൽസ് ആണെങ്കിലും ഈ റോക്കറ്റ് ആണെങ്കിലും അറ്റോമിക് റിസർച്ച്, ഇതിനെല്ലാത്തിനും ഒരു ട്രാക്ക് അല്ലെങ്കിൽ പാത്ത് വേണം. അപ്പോൾ അതെല്ലാം സർവേ ചെയ്യണം. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ളത് നീഡ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് നീഡ്. അല്ലെങ്കിൽ സർവേയെക്കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ ഇത്രയാണ് ബ്രീഫായിട്ട് പറയുമ്പോൾ. ഇനി ടൈപ്സ് ഓഫ് സർവേ ആണ്. പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് ടൈപ്സിൽ. ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ദ ആക്യുറസി ഡിസൈഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സർവേ ചെയ്യുമ്പോൾ എത്രമാത്രം ആക്യുറസി ഉള്ളത് ഏത് തരത്തിലുള്ള സർവേ ആണെന്നാണ് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട് മെയിനായിട്ടും പറയുകയാണെങ്കിൽ. ആദ്യത്തേതാണ് പ്ലെയിൻ സർവേ. പ്ലെയിൻ സർവേ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇൻ ദിസ് ടൈപ്പ് ഓഫ് സർവേ ദ മെയിൻ സർഫേസ് ഓഫ് എർത്ത് ഇസ് അസ്യൂം ടു ബി ഫ്ലാറ്റ്. അതാണ് മെയിനായിട്ടുള്ളത്. കാരണം പ്ലെയിൻ സർവേ, ആ പേരിൽ തന്നെയാണ് പ്ലെയിൻ സർവേ. അതുകൊണ്ട് ആ ഒരു എർത്ത് ഫ്ലാറ്റായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. and not curved one. Here the level lines are regarded as straight lines and the angle between any two such lines is taken as a plane angle and not the spherical angle. ഇപ്പം നമുക്കറിയാം എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്പെരിക്കലായിട്ടുള്ളൊരു ഒരു പ്ലാനറ്റാണ് അല്ലെങ്കിൽ ഒരു ഗ്ലോബാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ പ്ലെയിൻ സർവേ എടുക്കുമ്പോൾ പ്ലെയിൻ ആയിട്ട് എടുക്കത്തുള്ളൂ, ഫ്ലാറ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ, കർവായിട്ട് എടുക്കത്തില്ല. അതേപോലെ തന്നെ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സ്പെറിക്കൽ ആംഗിൾ ആയിട്ടല്ല പറയുന്നത്, പ്ലെയിൻ ആംഗിൾ ആയിട്ടേ പറയത്തുള്ളൂ. പക്ഷേ
ദിസ് ടൈപ്പ് ഓഫ് സർവേ ഇസ് യൂസ് വെൻ ദ ഏരിയ അണ്ടർ കൺസിഡറേഷൻ ഇസ് വെരി സ്മോൾ. അല്ലെങ്കിൽ ഒരു സ്മോൾ എക്സ്റ്റെൻഡ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലെയിൻ സർവേ എടുക്കത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ആ ഒരു കാറ്റഗറി വരുമ്പോൾ മാത്രമേ ഈ ഒരു പ്ലെയിൻ സർവേ എടുക്കത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ സർവേസ് ഫോർ വേരിയസ് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് ലൈക്സ് ഡാംസ്, ഹൈവേസ്, റെയിൽവേ ലൈൻസ്, കനാൽസ് യൂസ് ഈ പറഞ്ഞ പ്ലെയിൻ സർവേസ് യൂസ് ചെയ്യും. ഇനി നേരത്തെ ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ മീൻ സർഫസ് ഓഫ് ദി എർത്ത് ആക്ച്വലി ഫ്ലാറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം അത് കർവാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് കഴിഞ്ഞാൽ അത് ഇനി കർവായിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സർവേയാണ് നമുക്ക് ജിയോഡറ്റിക് സർവേ എന്ന് പറഞ്ഞാൽ. In the survey, the shape of the curvature of the earth is taken into account in order to have a higher degree of precision. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കർവ് അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ആക്യുറസി കൂടുതലാണ്. അപ്പോൾ നമുക്ക് പറയാം ജിയോഡറ്റിക് സർവേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആക്യുറസി കൂടുതലാണ് കമ്പയർ ടു പ്ലെയിൻ സർവേ. Such surveys are required for surveying large areas of measurements and required to be made with the highest possible order. അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ പ്ലെയിൻ സർവേയിൽ ആക്ച്വലി സ്മോൾ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ മെഷർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താണ് ലാർജ് ഏരിയ എക്സ്റ്റെൻഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കർവ് ആയിട്ട് അതും ഈ എർത്തിൻ്റെ കർവും കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ആക്യുറസിയും കൂടുതലായിരിക്കും. ഹിയർ എ ലൈൻ കണക്ടിങ് ദ 2 points ഈസ് എൻ ആർക്ക് ആൻഡ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ. മറ്റതിൻ്റെ പ്ലെയിൻ സർവേയുടെ ഓപ്പോസിറ്റാണ്. പ്ലെയിൻ സർവേയിൽ നമ്മൾ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞു, നോട്ട് ദ സ്പെരിക്കൽ ആംഗിൾ. ഇവിടെ തിരിച്ച് പറയുന്നു, അതിനെ ആർക്കെന്ന് പറയും, ആർക്കെന്നും പറയും. ആ സ്പെറിക്കൽ ആംഗിൾ നമ്മൾ ആർക്കെന്നും പറയും. ഓക്കെ, ആർക്കെന്ന് പറയും, നോട്ട് ദ സ്ട്രെയിറ്റ് ലൈൻ. കണക്റ്റിംഗ് 2 points, ആ ഒരു പോയിന്റ് വേറൊരു പോയിന്റായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു ആർക്കെന്നാണ് പറയുന്നത് ഈ ഒരു ജിയോഡറ്റിക് സർവേയിൽ. ദിസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 points ഇസ് കറക്റ്റഡ് ഫോർ കർവേച്ചർ ആൻഡ് ദെൻ പ്ലോട്ടഡ് ഓൺ ദ പ്ലാൻ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 points അതിനെ കറക്റ്റ് ചെയ്ത ശേഷം അതിനെ ഫോർ കർവേച്ചർ ആൻഡ് ദെൻ പ്ലോട്ടഡ് ഓൺ ദ പ്ലാൻ, അത് പ്ലാനിലേക്ക് വരയ്ക്കും. ഈ ഒരു ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 ലൈൻസിനാണ് സ്പെറിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോയിൻറ്റ്സ് തമ്മിലുള്ള ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയും. പക്ഷേ അത് ഡിസ്റ്റൻസ് കൂടുമ്പോൾ അല്ലെങ്കിൽ എർത്തിൻ്റെ കർവേച്ചറായിട്ട് അത്രയും ഡിസ്റ്റൻസ് വരുമ്പോൾ അതൊരു കർവായിട്ട് അല്ലെങ്കിൽ ആർക്കായിട്ടാണ് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ സ്പെറിക്കൽ ആംഗിളാണ് എടുക്കുന്നത്, നോട്ട് ദ പ്ലെയിൻ ആംഗിൾ. നേരത്തെ പ്ലെയിൻ സർവേ എന്ന് പറയുമ്പോൾ തിരിച്ചാണ് വന്നത്. ഓക്കെ, ദസ് ഓൾ ദിസ് റിക്വയർസ് എ ഹൈ ലെവൽ ഓഫ് കമ്പ്യൂട്ടേഷൻ വർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള കമ്പ്യൂട്ടേഷൻ വർക്കുകളാണ്. കുറച്ചുകൂടെ ആക്യുറസി കൂടുതലായിട്ട് കിട്ടണം എന്നതുകൊണ്ട് തന്നെ അത് ഭയങ്കര വർക്ക് കൂടുതലാണ്. ജിയോഡറ്റിക് സർവേസ് നീഡഡ് ടു ഫിക്സ് ദ വൈഡ്ലി സ്പേസ് control points and that are later on used as necessary control points for fixing the minor control points. ഓക്കെ, അപ്പോൾ അതൊന്നും വെച്ചിട്ട് വേറെ ഒന്നുമില്ല. ഈ ഒരു വൈഡ്ലി സ്പേസ് കൺട്രോൾ പോയിൻറ്റ്സ് പിന്നീട് യൂസ്ഡ് ആസ് നെസസറി കൺട്രോൾ പോയിൻറ്റ്സ് ഫോർ ഫിക്സിങ് ദ മൈനർ കൺട്രോൾ പോയിൻറ്റ്സ്. ഈ ഒരു വൈഡ് ആയിട്ടുള്ള വെച്ചേക്കുന്ന സ്പേസ്ഡ് ആയിട്ടുള്ള വൈഡായിട്ട് വെച്ചേക്കുന്ന കൺട്രോൾ പോയിൻറ്റ്സ് വെച്ചേക്കുന്നത് പിന്നീട് അവർ ഈ പറയുന്ന മൈനർ കൺട്രോൾ പോയിൻറ്റ്സിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്, ഈ ഒരു മെയിൻ ആയിട്ടുള്ള കൺട്രോൾ പോയിൻറ്റ്സ്. അപ്പോൾ അതാണ് ജിയോഡറ്റിക് സർവേയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് സർവേ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് സർവേ. വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ് എവിടെയാണ് ഏത് പാർട്ടിലാണ് നമുക്ക് ഈ സർവേ ചെയ്യുന്നതാണ്. ആദ്യം ലാൻഡ് സർവേ, രണ്ടാമത്തെ ഹൈഡ്രോഗ്രാഫിക് സർവേ, മൂന്നാമത്തെ അണ്ടർഗ്രൗണ്ട് സർവേ, നാലാമത്തെ ഏരിയൽ സർവേ. ആ പേരിൽ തന്നെയുണ്ട്. ലാൻഡ് സർവേ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ലാൻഡ് സർവേ എന്ന് പറയുമ്പോൾ അത് സർവേ ലാൻഡിലാണ് ചെയ്യുന്നത്, ഗ്രൗണ്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ റണ്ണിങ് ഓഫ് സർവേ ലൈൻസ് ആൻഡ് ഡിറ്റർമിനിങ് ദെയർ ലെൻസ് ആൻഡ് ഡയറക്ഷൻസ്, thereby subdividing the area into definite shapes and sizes and calculating the areas in order to set up a structure. ഒരു സ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ ഏരിയനെ മെഷർമെൻറ്റ് ചെയ്ത ശേഷം യൂസിങ് വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത ശേഷം മെഷർ ചെയ്ത ശേഷം ഒരു പ്ലാനിൽ വരയ്ക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ആൻഡ് സൈസസ് അതനുസരിച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ലാൻഡ് സർവേ എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. രണ്ടാമതായി ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, വാട്ടർ ബോഡീസിൽ ആക്ച്വലി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർവേയിൽ അത്തരം സർവേ ആണ് ഹൈഡ്രോഗ്രാഫിക് സർവേ. ഓക്കെ, ലൈക്ക് സ്ട്രീംസ്, പോൺസ്, സീസ്, അതൊക്കെയാണ് എക്സെട്ര. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. ബേസിക് പർപ്പസ് എന്ന് വെച്ചാൽ ആക്ച്വലി ഈ ഒരു ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ പർപ്പസ് എന്ന് വെച്ചാൽ ആക്ച്വലി എസ്റ്റാബ്ലിഷ് ദ ഷോർ ലൈൻസ് ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ള പർപ്പസ്. അപ്പാർട്ട് ഫ്രം ദിസ്, ദ സർവേ ഇസ് ടു ബി ഡൺ ടു ഡിറ്റർമിൻ ദ വാട്ടർ സ്റ്റോർഡ് ബൈ എ വാട്ടർ ബോഡി. അതുകൊണ്ട് എത്രമാത്രം വെള്ളമാണ് ഒരു വാട്ടർ ബോഡി സ്റ്റോർ ചെയ്തിട്ടുള്ളത്, എത്രമാത്രം ക്വാണ്ടിറ്റിയാണ് വെള്ളമാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതുപോലെ നാവിഗേഷൻ പോസിബിലിറ്റി ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും വാട്ടർ സപ്ലൈ
നോക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും ഈ ഒരു ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ് യൂസ് ചെയ്യുന്നത്. വെള്ളമുണ്ടെങ്കിൽ അതാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയുന്നത്. ഹൈഡ്രോ വെള്ളം, അതാണ് അർത്ഥം. ഇനി അണ്ടർഗ്രൗണ്ട് സർവേ, ആ പേരിൽ തന്നെയുണ്ട്. അണ്ടർഗ്രൗണ്ട് ലൈക്ക് ടണൽസ് ഫോർ ഹൈവേസ്, റെയിൽവേസ്, വാട്ടർ ട്രാൻസ്പോർട്ട്, മൈൻസ് എക്സെട്ര. അപ്പോൾ അത്തരം അണ്ടർഗ്രൗണ്ടിലൂടെ പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അണ്ടർഗ്രൗണ്ട് സർവേ ചെയ്യുന്നത്. ഇൻ ദി സർവേസ് അണ്ടർഗ്രൗണ്ട് പ്ലാൻസ് ട്രാൻസ്ഫർ ദ സർഫസ് ലൈൻ കോർഡിനേറ്റ്സ് ടു ദ അണ്ടർഗ്രൗണ്ട് ലൈൻ എക്സെട്ര ആൻഡ് ഡ്രോൺ. അപ്പോൾ അതിന് പിന്നെ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഈ ചെയ്യാനുള്ള കൺസ്ട്രക്ട് ചെയ്യാനുള്ള എന്താണോ അപ്പോൾ അതിൻ്റെ പ്ലാൻ ഉണ്ട്. അത് നേരെ ഈ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇന്ന് എക്സിക്യൂട്ട് ചെയ്യണം, അതാണ് പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് ഏരിയൽ സർവേ. വേറെ ഒന്നുമില്ല. ഏരിയൽ സർവേ എന്ന് വെച്ചാൽ നമ്മൾ എയറിൽ അല്ലെങ്കിൽ ഒരു ആകാശത്ത് നിന്ന് എടുക്കുകയാണ്. മീൻസ് ഇൻ ദ ഫോം ഓഫ് ഫോട്ടോഗ്രാഫ്സ് in the aerial photographs with cameras fitted to aeroplanes, helicopters, etc. This survey is particularly required for preparing large-scale maps of an area for development of projects in areas where ground survey is difficult to or too much time-consuming. ഓക്കെ, ആ ഗ്രൗണ്ട് സർവേ ഭയങ്കര സമയം ചിലവാക്കുകയാണല്ലോ. ഇപ്പോൾ ഭയങ്കര ലാർജ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അത്രയും സമയം എടുക്കും അത്ര സർവേ ചെയ്ത് വരാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എടുത്ത ശേഷം അതിന് അപ്പോൾ അത്രയും വലിയൊരു ഏരിയ കിട്ടി. എയ്റോപ്ലെയിനിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്യാമറ അവിടെ നിന്ന് എടുക്കും, ഫോട്ടോഗ്രാഫ്സ് എടുക്കും, ഒരു ലാർജ് ഏരിയ. എന്നിട്ട് അതിനെ നമ്മൾക്ക് ഫോട്ടോഗ്രാഫ് കിട്ടും. അതിനെ സ്കെയിൽ ചെയ്ത് ആക്ച്വലി അത് എത്ര മെഷർമെൻ്റ് ആണെന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടും. അതാണ് കുറച്ചും കൂടി എളുപ്പം. അതാണ് ഏരിയൽ സർവേ എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ്. ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. ആദ്യത്തെയാണ് ചെയിൻ സർവേ. ചെയിൻ സർവേ വേറെ ഒന്നുമില്ല, ലീനിയർ മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് മെയ്ഡ് യൂസിങ് എ ചെയിൻ, അല്ലെങ്കിൽ ടേപ്പും യൂസ് ചെയ്യാം. ആൻഡ് നോ ആംഗുലർ മെഷർമെൻറ്റ്സ് ആർ മെയ്ഡ്, only linear measurements. Angular ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ചെയ്യാൻ പറ്റത്തില്ല ചെയിൻ സർവേയിൽ. ദിസ് സർവേ is of limited use since it requires clear ground without any obstructions like intervening trees, buildings, rivers, etc. അപ്പോൾ ഇതിനൊരു ചെറിയ ഡീമെറിറ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി അതിന് ക്ലിയർ ആയിട്ടുള്ള ഗ്രൗണ്ട് ആയിരിക്കണം. ഈ ഒബ്സ്ട്രക്ഷൻസും പാടില്ല, ഇങ്ങനെ മരങ്ങളോ ബിൽഡിങ്സോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് പാടില്ല, ക്ലിയർ ആയിരിക്കണം. ദിസ് സർവേ ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ ലേയിങ് ഓഫ് സീവർ ലൈൻസ്, വാട്ടർ സപ്ലൈ ലൈൻസ്, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് എക്സെട്ര. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സീവർ ലൈൻസിന് വേണ്ടിയും വാട്ടർ സപ്ലൈ ലൈൻസ്, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, പല പല രീതിയിലുള്ള വേറെ ഇപ്പോൾ ഈ പറഞ്ഞ റോഡ്സും റെയിൽവേ ലൈൻസ് അതെല്ലാം ഈ ഒരു ചെയിൻ സർവീസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചെയിൻ സർവേ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ട്രാവേഴ്സ് സർവേ. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ ആക്ച്വലി ലീനിയറും ആംഗുലറും മെഷർമെൻറ്റ്സും ചെയ്യും. നേരത്തെ ചെയിൻ സർവേയിൽ ലീനിയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ദ ഫോമർ ബീങ് മെയ്ഡ് വിത്ത് എ ടേപ്പ്. ഈ ഫോമർ എന്ന് വെച്ചാൽ ലീനിയർ മെഷർമെൻറ്റ് ആക്ച്വലി ഇതിൽ ട്രാവേഴ്സ് സർവേയിൽ ടേപ്പ് വെച്ചാണ് ചെയ്യുന്നത്, ടേപ്പ് അല്ലെങ്കിൽ ചെയിൻ. ആൻഡ് ലേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ മെഷർമെൻറ്റ് അത് ഒരു കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ദിസ് സർവേ ഈസ് യൂസ്ഫുൾ ഫോർ ലാർജ് പ്രോജക്ട്സ് ലൈക്ക് ഡാംസ് ആൻഡ് റിസർവോയേഴ്സ്. വലിയ പ്രോജക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡാംസോ അല്ലെങ്കിൽ വലിയ റിസർവോയേഴ്സ് ഒക്കെ ആണെങ്കിലാണ് ഈ ഒരു മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ട്രാവേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ആംഗുലറും ലീനിയറും രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. ലീനിയർ എങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞ പ്ലെയിൻ അല്ല ചെയിൻ സർവേയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ടേപ്പ് അല്ലെങ്കിൽ ചെയിൻ യൂസ് ചെയ്തിട്ട്. ആംഗുലർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ട്രാവേഴ്സിലുള്ളത് കൊണ്ട് തന്നെ അത് കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ലെവലിംഗ്. ഇവിടെ ലെവലിംഗ് എന്ന് വെച്ചാൽ എലിവേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആർ ഡിറ്റർമിൻഡ്. ഓക്കെ, എലിവേഷൻസ് ആണ് ലെവലിംഗ് വെച്ച് കണ്ടുപിടിക്കുന്നത്. ഗ്രാജുവേറ്റഡ് സ്റ്റാഫ് ആൻഡ് ലെവലിംഗ് ആർ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഗ്രാജുവേറ്റഡ് സ്റ്റാഫ് എന്ന് വെച്ചാൽ ഒരു മെഷർമെൻറ്റ് ചെയ്യുന്ന ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു മാർക്കിങ്സ് ഒക്കെ ഉള്ള ഒരു പോസ്റ്റ് പോലത്തെ സാധനമാണ്. അപ്പോൾ അതാണ് ഗ്രാജുവേഷൻ സ്റ്റാഫ് എന്ന് വെച്ചാൽ. ലെവൽ ആർ യൂസ് ഫോർ ദിസ് പർപ്പസ്. ഓൾമോസ്റ്റ് ഓൾ പ്രോജക്റ്റ് റിക്വയർ ഡിറ്റർമിനേഷൻ ഓഫ് ദ എലിവേഷൻ ഓഫ് ദ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആൻഡ് ദിസ് ഇസ് അച്ചീവ് ബൈ ലെവലിംഗ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോജക്റ്റിനും ഓൾമോസ്റ്റ് എല്ലാ പ്രോജക്റ്റിനും ഈ ഒരു ലെവലിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എലിവേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെവലിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറയാം. അപ്പോൾ അതിന് ആ ഒരു മെഷർമെൻ്റ് ഉള്ള ഒരു വെർട്ടിക്കലായിട്ടൊരു സാധനമാണ്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡിഫറെൻറ്റ് പോയിൻറ്റ്സും ഈ ഒരു ലെവലിംഗ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. നാലാമത്തേന് ടാക്യോമെട്രി. ടാക്യോമെട്രി എന്ന് വെച്ചാൽ ആക്ച്വലി ഇൻ ദിസ് ടൈപ്പ് ഓഫ് സർവേ ബോത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആർ മെഷർഡ് ബൈ സൈറ്റിംഗ് a graduate staff with a transit telescope fitted with an analytic lens.
വേറെ ഒന്നുമല്ല, ഇത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ടാക്യോമെട്രി യൂസ് ചെയ്തിട്ട് ആക്ച്വലി കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ഒരു അനാലിറ്റിക് ലെൻസും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആക്ച്വലി ഒരു ഗ്രാജുവേറ്റ് സ്റ്റാഫും ഉണ്ട്. ഒരു കൈൻഡ് ഓഫ് എ ടെലിസ്കോപ്പാണ്. നമുക്ക് മുകളിലോട്ടും താഴോട്ടും ആക്കാം, ഹൊറിസോണ്ടലായിട്ടും ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും നീക്കാം, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടും നീക്കാം. അതാണ് ഇവിടെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ ഡയറക്റ്റ് മെഷർമെൻറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് ആർ നോട്ട് പോസിബിൾ. ഇപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് ഈ ഡയറക്റ്റായിട്ട് മെഷർമെൻറ്റ് പറ്റാത്ത സ്ഥിതിക്കാണ് ഈ ഒരു ടാക്യോമെട്രി യൂസ് ചെയ്യുന്നത്. ഇനി പ്ലെയിൻ ടേബിളിംഗ്. ഓക്കെ, പ്ലെയിൻ ടേബിളിംഗ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇൻ ദിസ് ഒബ്സർവേഷൻസ് ആർ പ്ലോട്ടിംഗ് ആർ ഡൺ സൈമൾട്ടേനിയസ്ലി ഇൻ ദ ഫീൽഡ്. ഇവിടെ ഇത് ആക്ച്വലി ഇപ്പോൾ സാധാരണ ആക്ച്വലി ഈ ഒബ്സർവേഷൻ ചെയ്ത ശേഷം പിന്നെ ഓഫീസിൽ കൊണ്ടുപോയിട്ടാണ് പൊതുവേ നമ്മുടെ പ്ലാനിലേക്ക് വരയ്ക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ പ്ലെയിൻ ടേബിളിംഗ് എന്ന് വെച്ചാൽ ആക്ച്വലി പ്ലോട്ട് ചെയ്തതിന് ആ സമയത്ത് തന്നെ നമുക്ക് ഈ ഒബ്സർവേഷൻ ചെയ്ത ആ സമയത്ത് തന്നെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. സൈമൾട്ടേനിയസ്ലി തന്നെ ഫീൽഡിൽ തന്നെ ഈ ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ വരയ്ക്കാൻ പറ്റും. The advantage of this method is that there is a least possibility of omitting any important measurement, since the actual field being surveyed is in view on the plot in the field itself. എന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ തന്നെ കാണുകയാണ്. ഇപ്പോൾ നമ്മൾ മറ്റേ സർവേയിലെന്ന് പറയുമ്പോൾ നമ്മൾ സർവേ ചെയ്ത ശേഷം വേറെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് നമ്മൾ ആ സമയത്ത് കണ്ടു, പക്ഷെ അത് നമ്മൾ പിന്നീട് നമ്മൾ വരയ്ക്കുമ്പോൾ ആ ഒബ്സർവേഷൻസ് മറന്നു പോയെങ്കിൽ പിന്നെ അത് ഒരു പ്രശ്നമാണ്. ഓക്കെ, അല്ലെങ്കിൽ അത് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്ലെയിൻ ടേബിളിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കാരണം അപ്പോഴും നമ്മൾ വരയ്ക്കുകയാണ്. ദ ഡ്രോബാക്സ് ഓഫ് ദിസ് മെത്തേഡ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇറ്റ് cannot be humid or rainy weather and it cannot be done in humid or rainy weather. ഇത് പറ്റത്തില്ല, ഈ ഒരു മെത്തേഡ് പറ്റത്തില്ല. കാരണം ക്യാരിങ് എ പ്ലെയിൻ ടേബിൾ അപ്പാരറ്റസ് കംപ്രസം എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. റെയിനി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണെങ്കിൽ അത് ഈ അപ്പാരറ്റസ് കൊണ്ട് നടക്കുന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് അതാണ് ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ. പിന്നെ ട്രയാങ്കുലേഷൻ മെത്തേഡ്, ദിസ് മെത്തേഡ് ഓഫ് സർവേ ഈസ് യൂസ് ഫോർ ലാർജ് ഏരിയാസ്. ട്രയാങ്കുലേഷൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ലാർജ് ഏരിയാസിലാണ് യൂസ് ചെയ്യുന്നത്. ദി എൻറ്റയർ ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നെറ്റ്വർക്ക് ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് എനി വൺ സൈഡ് ഓഫ് ദ any of the triangles are formed is measured very precisely. ഇത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് വെച്ചാൽ ആക്ച്വലി ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട്, ആ ഏരിയ തന്നെ ഫുള്ളും പല രീതിയിലുള്ള പല ഷേപ്പിലുള്ള ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ട്രയാങ്കിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഷേപ്പല്ല, ട്രയാങ്കിൾസ് ആയിട്ടാണ് പല രീതിയിലുള്ള ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഒരു ട്രയാങ്കിളുടെ ഏതെങ്കിലും ഒരു സൈഡ് കറക്റ്റായിട്ട് മെഷർ ചെയ്യും, പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യും. ആ ഒരു ലൈനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു മെഷർ ചെയ്തിട്ടുള്ള ലൈനെയാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. ആക്യുറസി ആയിട്ട് മെഷർ ചെയ്തില്ല. അത് ആക്ച്വലി ഓൾ ദ ആംഗിൾസ് ഓഫ് ദ നെറ്റ്വർക്ക് ആർ മെഷേർഡ്. എന്നിട്ട് ആ ഒരു എല്ലാം നെറ്റ്വർക്ക്, ആ ഒരു മൊത്തം ഒരു നെറ്റ്വർക്കാണല്ലോ, അതിൻ്റെ എല്ലാത്തിൻ്റെ ആംഗിൾ മെഷർ ചെയ്യും. ദ ലെൻസ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ ദെൻ കമ്പ്യൂട്ടഡ് യൂസിങ് ദ ലോസ് ഓഫ് ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ട് ഇത് ലെൻസ് ഓരോ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡിൻ്റെ ലെന്ത് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് മെയിനായിട്ട് കണ്ടുപിടിക്കുന്നത്. അത് ആംഗിൾ കണ്ടുപിടിച്ചിട്ടേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് തന്നെ ഒരു സൈഡ് ഡിവൈഡ് ബൈ സൈൻ ട്രയാങ്കിൾ ഈക്വൽ ടു ഒരു സൈഡ് മറ്റേ ഒരു ട്രയാങ്കിളിൻ്റെ തന്നെ ഒരു സൈഡ് ഡിവൈഡ് ബൈ സൈൻ സം ആംഗിൾ. അതാണ് ലോസ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ട്രയാങ്കുലേഷൻ. അത് ലാർജ് ഏരിയയിലാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി EDM survey. EDM refers to electronic distance measurement, and in this method of survey, distance are measured electronically using a wave propagation, reflection and a subsequent reception of the reflected wave. ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ട്, അതാണ് EDM എന്ന് പറഞ്ഞാൽ. അത്തരം മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള സർവേ ആണ് ഇത്. ആക്ച്വലി അതൊരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു വേവ് പ്രൊപ്പഗേഷൻ ഉണ്ട്, റിഫ്ലക്ഷൻ ഉണ്ട്, ആൻഡ് സബ്സിക്വൻറ്റ് റിസെപ്ഷൻ ഓഫ് ദ റിഫ്ലക്റ്റഡ് വേവ്. അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്, അതാണ് പറഞ്ഞാൽ. ഓക്കെ, സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് EDM ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞാൽ ആക്ച്വലി എലൂറോമീറ്റർ, ഡിസ്റ്റോമാറ്റ്, ജിയോ ഡയമീറ്റർ. ഓക്കെ, അതാണ് ഇതിൻ്റെ എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട് EDM മെഷർമെൻറ്റ്സിൻ്റെ. ഓക്കെ, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ടോട്ടൽ സ്റ്റേഷൻ സർവേ ആണ്. ടോട്ടൽ സ്റ്റേഷൻ സർവേ എന്ന് വെച്ചാൽ ആക്ച്വലി ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കൺവെൻഷണൽ ട്രാൻസിറ്റ് തിയോലൈറ്റ് വിത്ത് EDM ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ,
ഇത് ആക്ച്വലി വേറെ ഒന്നുമില്ല, കൺവെൻഷനായിട്ട് ട്രാൻസിറ്റ് തിയറിലായിട്ടും EDM ഇൻസ്ട്രുമെൻറ്റും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളതാണ് ടോട്ടൽ സ്റ്റേഷൻ സർവേ എന്ന് വെച്ചാൽ അതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ മെഷർ ചെയ്യാൻ പറ്റും, ആംഗിളോ വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ എല്ലാം ആ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ടോട്ടൽ സ്റ്റേഷനിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് റീഡ്സ് ആൻഡ് റെക്കോർഡ്സ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ടുഗദർ വിത്ത് ദ സ്ലോപ്പ് ഡിസ്റ്റൻസസ്. ഒരുമിച്ച് തന്നെ ആ ഒരു പെർട്ടിക്കുലർ സൈമൾട്ടേനിയസ്ലി തന്നെ എല്ലാം കണ്ടുപിടിക്കുകയാണ്. This instrument also computes the Cartesian coordinates of the observed points, slope corrections, elevation of the remote objects, etc. Survey carried out using total stations referred to as total station survey. അപ്പോൾ ആ ഒരു ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നതിന് ടോട്ടൽ സ്റ്റേഷൻ സർവേ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് അതിനെ കണ്ടുപിടിക്കുന്ന കൂടെ തന്നെ അതിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും മീൻസ് ഒബ്സർവ് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻറ്റ്സിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് അപ്പോൾ തന്നെ അത് അവിടെ ആ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ഈ ടോട്ടൽ സ്റ്റേഷനിൽ സ്ക്രീനുണ്ട്, ആ സ്ക്രീനിൽ തന്നെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അവിടെ ഒബ്സർവ് ചെയ്തതിൻ്റെ അതിലെല്ലാം കാണിക്കുന്നുണ്ട്. സ്ലോപ്പിൻ്റെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കറക്ഷൻസും കാണിക്കും. എലിവേഷൻ ഓഫ് ദ റിമോട്ട് ഒബ്ജക്ട്സ്, അവിടുത്തെ എലിവേഷൻസ് എത്രയാണെന്നുള്ളതും കാണിക്കും. ഓക്കെ, മൊത്തത്തിൽ പറഞ്ഞാൽ ടോട്ടൽ സ്റ്റേഷനാണ് ആക്ച്വലി പൊതുവെ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സർവേയിങ് മെത്തേഡ് എന്ന് വെച്ചാൽ. ഇനി സാറ്റലൈറ്റ് സർവേ എന്ന് വെച്ചാൽ ലാസ്റ്റാണ്. സാറ്റലൈറ്റ് സർവേ എന്ന് വെച്ചാൽ ആക്ച്വലി ഇൻഫോർമേഷൻ about the land or space was determined using satellite based navigation system like GPS, global positioning system യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി സാറ്റലൈറ്റ് സർവേ യൂസ് ചെയ്യുന്നത്. Another method is the remote sensing, wherein the data about an object is acquired using sensors placed on satellite. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിമോട്ട് സെൻസിങ് എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ഡാറ്റ അബൌട്ട് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഡാറ്റ ആക്ച്വലി യൂസിങ് സെൻസേഴ്സ് പ്ലേസ്ഡ് ഓൺ സാറ്റലൈറ്റ് യൂസ് ചെയ്ത ശേഷം അതിന് സെൻസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ആ ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് സാറ്റലൈറ്റിലാണ് കണ്ടുപിടിച്ച് കാണിക്കുന്നത്. ഓക്കെ, അതാണ് ആക്ച്വലി സാറ്റലൈറ്റ് സർവേ എന്ന് വെച്ചാൽ. ഈ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പർപ്പസ്. ഇപ്പം പറഞ്ഞത് ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ആണ്. ഇനി അതിൻ്റെ ഈ ഒരു സർവേ ബേസ്ഡ് ഓൺ പർപ്പസ് ആണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ആണെങ്കിൽ, ഓക്കെ, ഫസ്റ്റാണ് ജിയോളജിക്കൽ സർവേ. ഇൻ ദ സർവേ ദി ഇൻഫർമേഷൻ അബൌട്ട് ബോത്ത് ദി സർഫസ് ആൻഡ് സബ്സർഫസ് ഇസ് അക്വയർഡ് ബൈ ആക്സസിങ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് റിസർവ്സ് ലൈക്ക് ദി മിനറൽസ്, റോക്സ്, എക്സെട്ര. അപ്പോൾ അത് ഡിഫറെൻറ്റ് ഇപ്പോൾ ജിയോളജിസ്റ്റുകളാണ് പൊതുവെ യൂസ് ചെയ്യുന്ന സർവേ ആണ് ജിയോളജിക്കൽ സർവേ എന്ന് വെച്ചാൽ. ആക്ച്വലി പല ലെയേഴ്സ് അപ്പോൾ ചില ഫോസിൽസ് കണ്ടുപിടിച്ച ശേഷം അവർ എത്ര വർഷം പഴക്കമുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് ഇത്തരത്തിലുള്ള സർവേ ചെയ്തിട്ടാണ്. ഇറ്റ്സ് ഓൾസോ യൂസ് ഫോർ ദി ലൊക്കേറ്റിംഗ് ദ ഫോൾസ് ആൻഡ് ദ കൺഫോമിറ്റീവ്സ് ഇൻ ദ ഗ്രൗണ്ട്. ഓക്കെ, ഫോൾസും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൺകൺഫോമിറ്റീവ്സിൻ്റെ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിക്കാനാണ് ജിയോളജിക്കൽ സർവേ യൂസ് ചെയ്യുന്നത്. ദിസ് സർവേ ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദി ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ, സോയിൽ ട്രീറ്റ്മെൻറ്റ് റിക്വയർഡ്, എക്സെട്ര. അപ്പോൾ അതാണ് ഇവിടെ മെയിനായിട്ടും പറയുന്നത്. ഈ ഒരു ഏത് തരത്തിലുള്ള ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും സോയിൽ ട്രീറ്റ്മെൻറ്റ് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടതെന്നുള്ളതും ജിയോളജിക്കൽ സർവേ ആണ് അവരാണ് ജിയോളജിക്കൽ സർവേ പൊതുവെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ജിയോഗ്രാഫിക് സർവേ എന്ന് വെച്ചാൽ ഡൺ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ജിയോഗ്രാഫിക്കൽ മാപ്സ് depicting the land for use efficiency, irrigation intensity, surface drainage, slope profile, contours, etc. ഇതെല്ലാം ഒരു മാപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. പൊതുവെ മാപ്പിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ടെറൈൻ ഉണ്ട്, ഇപ്പോൾ കോണ്ടോസ് ലൈൻസ് ഉണ്ടെങ്കിൽ കോണ്ടോസ്, അല്ലെങ്കിൽ ഇറിഗേഷൻ ഇൻറ്റൻസിറ്റി എത്രയാണെന്നുള്ള ഒരു പല ടൈപ്പ് ഓഫ് മാപ്സ് ഉണ്ടല്ലോ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അത് എല്ലാം ഈ ജിയോഗ്രാഫിക്കൽ സർവേയിലാണ് കണ്ടുപിടിക്കുന്നത്. ഇനി എഞ്ചിനീയറിംഗ് സർവേ വരുമ്പോൾ ദിസ് സർവേ ഈസ് required to be done for acquiring information for the planning and designing of engineering projects like ഹൈവേസ് ആണെങ്കിലും ഡാംസ്, റെയിൽവേ ലൈൻ, വാട്ടർ സപ്ലൈ ഡിസൈന്, റിസർവോയർസ്, ബ്രിഡ്ജസ്, എക്സെട്ര. അപ്പോൾ ഇത്തരം എഞ്ചിനീയറിംഗ് വർക്ക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സർവേയിനാണ് എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറഞ്ഞാൽ. അതിന് വേണ്ടി സർവേ ചെയ്യുന്നു. ഇനി ഇറ്റ് ഇൻവോൾവ്സ് ടോപ്പോഗ്രാഫിക് സർവേ ഓഫ് ദ ഏരിയ. ടോപ്പോഗ്രാഫിക് സർവേ ആ ഒരു ടോപ്പോഗ്രാഫിക് സർവേ എന്ന് പറഞ്ഞാൽ നോർമലി ആ ഒരു പെർട്ടിക്കുലർ സൈറ്റിൻ്റെ ടോപ്പോഗ്രാഫിക് സർവേ ചെയ്യണം. അതുപോലെ തന്നെ എർത്ത് മെഷർമെൻറ്റാണ് ചെയ്യേണ്ടത്, എക്സെട്ര. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ കഡാസ്ട്രൽ സർവേ എന്ന് വെച്ചാൽ ആക്ച്വലി ഡൺ ടു എസ്റ്റാബ്ലിഷ് ബൗണ്ടറി ഓഫ് ദ പ്രോപ്പർട്ടീസ് ഫോർ ലീഗൽ പർപ്പസസ്. ഇപ്പോൾ ഒരു ബൗണ്ടറി, ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ ബൗണ്ടറി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറി കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ള പ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് എന്നുള്ളത് ഈ ഒരു
ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കഡാസ്ട്രൽ സർവേ വെച്ച് യൂസ് ചെയ്യുന്നത്. ദീസ് ദീസ് ആർ ഓൾസോ കോൾഡ് പബ്ലിക് ലാൻഡ് സർവേ എന്നും പറയും. ഓക്കെ, ഇനി ഡിഫൻസ് സർവേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മിലിറ്ററി പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ആ പേരിൽ തന്നെയുണ്ട് ഡിഫൻസ് ആയതുകൊണ്ട് തന്നെ മിലിറ്ററി പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ദേ പ്രൊവൈഡ് സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ ഫോർ ഡിസൈഡിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഏരിയൽ ആൻഡ് ടോപ്പോഗ്രാഫിക് മാപ്സ് ഓഫ് ദ ഏരിയ ആർ പ്രിപ്പയർഡ്. ആദ്യം അതിൻ്റെ അതുപോലെ തന്നെ ഏരിയൽ മീൻസ് അറിയാലോ, ആകാശത്ത് നിന്ന് ഫോട്ടോഗ്രാഫ് എടുക്കുന്നത്, ഈ ഹെലികോപ്റ്റർ എയർപ്ലെയിൻ യൂസ് ചെയ്തിട്ട്, അതും ടോപ്പോഗ്രാഫിക് മാപ്പ് യൂസ് ചെയ്തിട്ടും എന്നിട്ട് ഈ ഒരു ഡിഫൻസ് സർവേ പ്രിപ്പയർ ചെയ്യും. വിച്ച് ഗീവ്സ് എ ക്രൂഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ദ എക്സിസ്റ്റിംഗ് റോഡ്സ്, എയർപോർട്ട്സ്, ഓർഡിനൻസ് ആൻഡ് റിപ്പോർട്ട്സ് എക്സെട്ര. അങ്ങനെ നമുക്ക് ഇത്തരം ഇൻഫർമേഷൻസ് അവിടെ കിട്ടും. അതാണ് ഡിഫൻസ് സർവേയിൽ യൂസ് ചെയ്യുന്നത്. ഇനി മൈൻ സർവേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദീസ് റിക്വയർസ് ബോത്ത് ദ സർഫസ് ആസ് വെൽ ആസ് ദി അണ്ടർഗ്രൗണ്ട് സർവേസ്. സർഫസ് സർവേ വേണം, അണ്ടർഗ്രൗണ്ട് സർവേ വേണം. കാരണം മൈനിങ് വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ മണ്ണ് കുഴിച്ചാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അണ്ടർഗ്രൗണ്ട് സർവേ സർവേസും വേണം. It involves making the surface map and doing the underground survey for locating the reserve of minerals. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. സർഫസ് മാപ്പും പ്രിപ്പയർ ചെയ്യണം, അതുപോലെ അണ്ടർഗ്രൗണ്ട് സർവേയും ചെയ്യണം ഈ മിനറൽസ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എവിടെയാണ് റിസർവ് ഓഫ് മിനറൽസ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സർവേ ചെയ്യുന്നത്, മൈൻ സർവേ. ഇനി റൂട്ട് സർവേ എന്ന് വെച്ചാൽ ആക്ച്വലി ഇറ്റ്സ് എ സോർട്ട് ഓഫ് ലീനിയർ സർവേ ഫോർ ഡിസൈഡിങ് ദ അലൈൻമെൻറ്റ് ഓഫ് എ ഹൈവേ ഓർ എ റെയിൽവേ. കൈൻഡ് ഓഫ് എ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടിയാണ് റൂട്ട്. ഏത് റൂട്ടിലാണ് നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുമ്പോൾ പല റൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ലീനിയറാണ്. അപ്പോൾ അത് പല റൂട്ട്സല്ല നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ആ ഗൂഗിൾ മാപ്പ് നോക്കുന്നത്, ഗൂഗിൾ മാപ്പിൽ അപ്പോൾ വഴിയാണ് കാണിച്ചത്, ലീനിയറായിട്ടുള്ള ലൈൻസിലെ കാണിച്ചിരിക്കുന്നത്. അതാണ് റൂട്ട് സർവേ വെച്ചിട്ടുള്ള ഉദ്ദേശം. ഇനി ആർക്കിയോളജിക്കൽ സർവേ, ഇത് ആക്ച്വലി ആർക്കിയോളജിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഡൺ ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് ദ ഏൻഷ്യൻറ്റ് മോണ്യുമെൻറ്റ്സ്, towns, villages, kingdoms, past civilization, temples and forts etc. buried underground due to natural forces like earthquakes, landslides, incandescent floods etc. എന്ന് പറഞ്ഞാൽ പാസ്റ്റൽ ഹിസ്റ്ററിയിൽ നടന്ന പലതരത്തിലുള്ള ഈ ഒരു കിങ്ഡംസോ വില്ലേജസോ ടൗൺസോ പലതരത്തിലുള്ള സിവിലൈസേഷനോ ടെമ്പിൾസോ ഫോർട്ട്സോ അതൊക്കെ എല്ലാം ബറീഡായി, ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ അത് ബറീഡായിപ്പോയി അല്ലെങ്കിൽ ഡിസ്ട്രോയ്ഡ് ആയിപ്പോയി. അതെല്ലാം ആർക്കിയോളജിസ്റ്റുകൾ വന്ന് ആർക്കിയോളജിക്കൽ സർവേ നടത്തി അതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ ഒരു എന്തൊക്കെയാണ് നടന്നതെന്നുള്ള സ്റ്റഡി നടത്തുന്ന ഒരു സർവേ ആണത്. ഓക്കെ, അവരുടെ കൾച്ചർ എങ്ങനെയായിരുന്നു, അവരുടെ പാസ്റ്റ്, അവരുടെ ഹിസ്റ്ററി എങ്ങനെയാണ്, അവരുടെ സിവിലൈസേഷൻ എങ്ങനെയാണെന്നുള്ളത്, എത്ര വർഷം പഴക്കമുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ, അതെല്ലാം ആർക്കിയോളജിക്കൽ സർവേ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ സർവേ എന്ന് പറയുന്നത്. അതിൻ്റെ ബേസ്ഡ് ഓൺ ഫസ്റ്റ് പറഞ്ഞു ബേസ്ഡ് ഓൺ ആക്യുറസി, അത് വെച്ച് രണ്ടെണ്ണമാണ് പ്ലെയിൻ സർവേ, ജിയോഡറ്റിക് സർവേ. പിന്നെ പറഞ്ഞ ബേസ്ഡ് ഓൺ ദ പ്ലേസ് ഓഫ് സർവേ, എവിടെയാണ്, ലാൻഡിലാണോ, ഹൈഡ്രോഗ്രാഫിക്കിലാണോ, മീൻസ് വാട്ടറിലാണോ, അണ്ടർഗ്രൗണ്ടിലാണോ, അല്ലെങ്കിൽ ഏരിയയിലാണോ. ഏരിയയിൽ മീൻസ് സ്കൈ ഫോട്ടോഗ്രാഫ് എടുത്തിട്ട്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ്, പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ആണെങ്കിലും. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ബേസ്ഡ് ഓൺ പർപ്പസ്, പലതരത്തിലുള്ള പർപ്പസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ബേസിക്കലി ഇൻട്രൊഡക്ഷനും അതിൻ്റെ ക്ലാസിഫിക്കേഷനും. ഓക്കെ.